വാർത്തകളിലേക്ക് വീണ്ടും ലൈംഗിക പീഡന കേസിലെ പ്രതിയായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീഡനത്തിനിരയായ ദളിത് യുവതിയുടെ പരാതിയിലാണ് പ്രശോഭിനെതിരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. ബലാത്സംഗം, SC/ST, പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ഈ പ്രതിക്കായുള്ള അന്വേഷണം അത് വളരെ ഊർജിതമായി നടക്കുന്നുണ്ടല്ലേ? അതിനിടയിൽ മുൻകൂർ ജാമ്യത്തിനായും പ്രക്ഷോഭ് ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകിയിട്ട് ഏകദേശം 5ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ പരാതി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ പിന്നാലെ ഇന്നലെ ആ കുട്ടി ആ പോലീസ് സ്റ്റേഷനിലെത്തി കൃത്യമായി മൊഴി നൽകുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രക്ഷോഭനെതിരെ എടുക്കുന്ന സാഹചര്യമുള്ളത്. ഇന്നലെ മുതൽ തന്നെ പ്രക്ഷോഭനായി വലിയ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. നിരവധി സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ മുൻകൂർ ജാമ്യത്തിനായി ഇയാൾ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ വിശദമായിട്ടുള്ള മൊഴി ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്തുന്ന കാര്യമുണ്ടായി. അതിൽ MP-യുടെയും MLA-യുടെയും പേരുകൾ ഉൾപ്പെടെ പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം പാലക്കാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സംഭവം നിലവിൽ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് BJP-യും CPM-ഉം ഉള്ളത് എന്നുള്ളതും പറഞ്ഞു വെക്കേണ്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇത്തരം വിഷയങ്ങളൊക്കെ ആ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം കൂടി ആ BJP-യെയും CPM-നെയും സംബന്ധിച്ചുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു കൗൺസിലർ കൂടിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതിയായിട്ടുള്ളത്. ഒരു ദളിത് യുവതി കൂടിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പലതവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഗർഭചിത്രത്തിനുൾപ്പെടെ നിർബന്ധിച്ച് വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ഈ പ്രക്ഷോഭിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പാലക്കാട് കോൺഗ്രസിന് തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ കേസ് എന്നുള്ളത്. പ്രക്ഷോഭനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിലെ ഉന്നത നേതാക്കളാണ് എന്ന വിമർശനം ഇപ്പോൾ BJP-യും CPM-ഉം അതിശക്തമായി പ്രചാരണത്തിൽ ഉയർത്തുന്നു. മടങ്ങിയെത്താം വാർത്തകളിലേക്ക്.